പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം എടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹത്തിന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഇടത് നേതാക്കൾ, ജില്ലാ ഭരണകൂടത്തിനു വേണ്ടി ജില്ലാ കളക്ടർ NSK ഉമേഷ്, റൂറൽ SP M ഹേമലത എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. മറ്റന്നാളാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ദുഃഖകരമായ ഒരു കാര്യമാണ് നടന്നത്. കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രനാണ് ഇന്നലെ നടന്ന ഭീകരാക്രമണത്തിൽ ജീവൻ വെടിയേണ്ടി വന്നത്. അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നീലിമ, പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രന്റെ മൃതശരീരം 7:47 ഫ്ലൈറ്റിലാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിച്ചത്. 8:07 ഡൊമസ്റ്റിക് കാർഗോയുടെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിസഭയിലെ P പ്രസാദ്, അതോടൊപ്പം തന്നെ അജയ് ചിഞ്ചുറാണി അടക്കമുള്ളവരാണ് ഔദ്യോഗികമായിട്ട് മൃതശരീരം ഏറ്റുവാങ്ങിയത്. ശേഷം ഡൊമസ്റ്റിക് കാർഗോയിൽ എത്തിച്ച മൃതശരീരം ഒരു 10 മിനിറ്റോളം അവിടെ അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് ക്രമീകരിച്ച പീഠത്തിൽ വെക്കുകയും വിവിധ സംഘടനാ രാഷ്ട്രീയ നേതാക്കൾ അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ, മറ്റ് വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ രംഗത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, നേതാക്കൾ, ഇവരൊക്കെ തന്നെ മൃതശരീരത്തിന് റീത്തുവെക്കുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. വളരെ വലിയ വികാരനിർഭരമായിട്ടുള്ള മുദ്രാവാക്യം വിളികളോടുകൂടി തന്നെയാണ് ഈ ഡൊമസ്റ്റിക് കാർഗോയിൽ എത്തിച്ച മൃതശരീരത്തെ പൊതുജനങ്ങൾ അടക്കം ഏറ്റുവാങ്ങിയത്. തീവ്രവാദം അല്ലെങ്കിൽ ഭീകരവാദം വെച്ചു പൊറപ്പിക്കില്ല, രാമചന്ദ്രന് മരണമില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടുകൂടിയാണ് മൃതശരീരത്തിൽ പലരും അന്തിമോപചാരം അർപ്പിച്ചത്. നേരെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്കാണ് മൃതശരീരം നിലവിൽ മാറ്റിയിട്ടുള്ളത്. മറ്റന്നാളാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മറ്റന്നാൾ രാവിലെ 7 മണി മുതൽ രാവിലെ 9 മണി വരെ ചങ്ങമ്പുഴ പാർക്ക് അവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം 9:00 വീട്ടിലായിരിക്കും പൊതുദർശനം ഉണ്ടാകുക. പിന്നീട് ഇടപ്പള്ളി ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. തിങ്കളാഴ്ച രാവിലെയാണ് രാമചന്ദ്രനും കുടുംബവും, അതായത് ഭാര്യ, മകളുടെ 2 മക്കൾ ഇവരടങ്ങുന്ന സംഘം കാശ്മീരിലേക്ക് തിരിച്ചത്. രാമചന്ദ്രന് നേരെ ഭീകരവാദികൾ നിറയൊഴിച്ച സമയത്ത് മകളും അതോടൊപ്പം തന്നെ ചെറുമക്കളും 2 പേരും ഉണ്ടായിരുന്നു. ഭാര്യ ഷീല കാറിലിരിക്കുകയായിരുന്നു. രേഷ്മ, അപ്പോൾ തന്നെ വളരെ സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവരോട് ചോദിച്ചതുപോലെ രാമചന്ദ്രനോടും ചോദിച്ചിരുന്നു, നിങ്ങളുടെ പേരെന്താണ്? ആ പേര് നോക്കി, മതം നോക്കി അദ്ദേഹത്തിന് നേരെ നിറയൊഴിക്കുകയായിരുന്നു, മകളുടെയും ചെറുമക്കളുടെയും മുന്നിൽ വെച്ച്. അങ്ങേയറ്റം ദാരുണമായ ഒരു അന്ത്യമാണ് അദ്ദേഹത്തിന് അവിടെ അനുഭവിക്കേണ്ടി വന്നത്. ഒരു വിനോദ അവധിക്ക് അവിടെ പോയതാണ്. അവധി ആഘോഷിക്കാൻ പോയ അദ്ദേഹത്തിന് ഒരു നിമിഷം കൊണ്ട് ജീവൻ വെടിയേണ്ടി വന്നു, അതും മതത്തിന്റെ പേരിൽ. അതല്ലേ ഇവിടെ ഊന്നിപ്പറയേണ്ട കാര്യം? അതെ നീലിമ, കാരണം അതൊരു ക്രൂര കൃത്യം തന്നെയായിരുന്നു. സ്വന്തം മകളുടെയും ചെറുമക്കളുടെയും മുന്നിൽ വെച്ചാണ് രാമചന്ദ്രനെ ഭീകരവാദികൾ നിറയൊഴിച്ചത്. പേരെന്താണെന്ന് ചോദിച്ച സമയത്ത് രാമചന്ദ്രൻ എന്ന് പറഞ്ഞു. അതിനുശേഷം മുസ്ലിം മതപ്രാർത്ഥന ചൊല്ലണം എന്നുള്ള ഒരു ആവശ്യം ഭീകരവാദികൾ ഉന്നയിച്ചു. താൻ മുസ്ലിം അല്ല എന്ന് മറുപടിയായിരുന്നു രാമചന്ദ്രൻ നൽകിയത്. തുടർന്നാണ് പൊടുന്നനെ നിറയൊഴിച്ചത്. തൊട്ടപ്പുറത്ത് മകൾക്ക് നേരെയും ഭീകരവാദികൾ തോക്കുമുന ചൂണ്ടിയിരുന്നു. പക്ഷേ കുട്ടികൾ കരഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധ തിരിച്ച ഭീകരവാദികൾ പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് ഉന്നം വെച്ച് പോവുകയായിരുന്നു. അതിനിടയിൽ മകളും 2 കുഞ്ഞുങ്ങളും രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും മകളും കുടുംബവും നിലവിൽ ഈ മൃതദേഹത്തെ അനുഗമിച്ചു നാട്ടിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. മകൻ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്.